തായ്വാൻ കടലിടുക്കിലെ അതിർത്തി രേഖ ലംഘിച്ച് ചൈന പ്രകോപനം തുടരുന്നതായും ഇറാനെ സഹായിക്കുവാൻ ചൈന വൻ ഒരുക്കങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടുകൾ. ശനിയാഴ്ച രാവിലെ വരെയുള്ള കണക്കുകൾ പ്രകാരം 17 ചൈനീസ് സൈനിക വിമാനങ്ങളും 7 നാവിക കപ്പലുകളും ഒരു ഔദ്യോഗിക കപ്പലും തായ്വാന് ചുറ്റുമുള്ള മേഖലയിൽ കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 15 വിമാനങ്ങൾ തായ്വാൻ കടലിടുക്കിലെ അനൌദ്യോഗിക അതിർത്തിയായ മീഡിയൻ ലൈൻ മുറിച്ചുകടന്ന് തായ്വാന്റെ വടക്കൻ തെക്കുപടിഞ്ഞാറൻ വ്യോമപ്രതിരോധ മേഖലയിൽ പ്രവേശിച്ചു. വെള്ളിയാഴ്ചയും സമാനമായ രീതിയിൽ 7 വിമാനങ്ങൾ അതിർത്തി ലംഘിച്ചിരുന്നു. തായ്വാന്റെ പരമാധികാരത്തിന്മേലുള്ള ചൈനയുടെ അവകാശവാദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പ്രകോപനപരമായ നടപടികൾ വിലയിരുത്തപ്പെടുന്നത്. തായ്വാന്റെ സായുധ സേന സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഉചിതമായ രീതിയിൽ പ്രതികരിച്ചതായും അധികൃതർ വ്യക്തമാക്കി. അതേസമയം അമേരിക്കയെ ഭീഷണിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഇറാനിലേക്ക് മിസൈലുകൾ കൈമാറാൻ ചൈന വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായി US ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയും സ്പെയർ പാർട്ടുകളും ഉൾപ്പെടെയുള്ള സൈനിക സഹായം ചൈന ഇറാനിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യം വയ്ക്കാനും ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ സ്വാധീനം ഉറപ്പിക്കാനും ഈ നീക്കം ഇറാനെ സഹായിച്ചേക്കും. റഷ്യയിൽ നിന്നുള്ള രഹസ്യാന്വേഷണ പിന്തുണയ്ക്ക് പിന്നാലെ ചൈനയും ഇറാനുമായി കൈകോർക്കുന്നത് ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മിസൈൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ചൈനീസ് കപ്പലുകൾ വഴി ഇറാനിൽ എത്തുന്നതായും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത് തടയാൻ അമേരിക്കൻ ഭരണകൂടം കർശന നിരീക്ഷണം തുടരുകയാണ്.